ഇത് കണ്ടിട്ട് ആമസോണിലെ കാടുകളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ അല്ല. അവണാക്കുഴി ജംഗ്ഷനിൽ 10 മീറ്റർ മാറി കാടുതരിശി, ശബരിമുട്ടം, തലയമിളാക്കം എന്നീ പ്രദേശങ്ങളിലേക്ക് പോകുന്ന 5 തലമുറകൾ തുടർച്ചയായി ഉപയോഗിച്ചു വരുന്ന പൊതുവഴിയാണ്. പക്ഷേ അന്നൊന്നും ഈ വഴിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. 2018-19 കാലയളവിൽ ഗ്രാമീണ റോഡ് വികസനത്തിൻ്റെ ഭാഗമായി ഈ വഴി റോഡാക്കാമെന്നുള്ള പഞ്ചായത്തിൻ്റെ വാഗ്ദാനത്തിൽ ഇവിടെയുള്ള ജനങ്ങൾ വിശ്വസിച്ചു പോയി. പക്ഷേ അന്നൊന്നും സ്വന്തം ഭൂമി വിട്ടുകൊടുക്കുമ്പോഴും ഇവിടത്തുകാർ വിചാരിച്ചു കാണില്ല ഭാവിയിൽ ഇതൊരു കാടായി മാറുമെന്ന്. റോഡൊട്ട് വന്നതുമില്ല. ഉണ്ടായിരുന്ന നടപ്പാത പോലും കാട് കയറി ഇല്ലാതെയായി. പഞ്ചായത്ത് അധികാരികൾ ഇവരെ നൈസായി അങ്ങ് പറഞ്ഞ് പറ്റിച്ചൂന്ന് ചുരുക്കം. ജനപ്രതിനിധികളോട് അടക്കം പലതവണ ഈ കാര്യം പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായി വൃത്തിയാക്കി ഉപയോഗിച്ചുകൂടെ എന്ന മറുചോദ്യമാണ് മറുപടി. പലതവണയായി ഈ ജനങ്ങൾ ഈ വഴി സ്വയം വൃത്തിയാക്കി ഉപയോഗിക്കുകയാണ്. സാമ്പത്തികമായി ഉന്നതിയിലിരിക്കുന്നവരുടെ വീടിൻ്റെ നടവരെ ഇൻ്റർലോക്കും കോൺക്രീറ്റും ചെയ്തു കൊടുക്കുന്ന അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ അധികാരികളാണ് ഈ സാധാരണയിൽ സാധാരണരായ BPL കുടുംബങ്ങളോട് സ്വന്തമായി വഴി വൃത്തിയാക്കി നടന്നോളാൻ പറയുന്നത്. ശശി തരൂർ MP-യുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച തുകയ്ക്ക് നിർമ്മിച്ചതാണ് ഇന്നത്തെ ഈ റോഡെന്ന് പറയപ്പെടുന്ന കാട്. MP-ക്ക് ഈ കാടിനെക്കുറിച്ചോ ഫലകത്തെപ്പറ്റിയോ അറിവുണ്ടോ എന്ന് അറിയില്ല. ഈ വഴിയും പ്രദേശവും 7 ജന്തുക്കൾ ഉൾപ്പെടെയുള്ള ക്ഷുദ്രജീവികളുടെ വിഹാര കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഈ വഴിയാണ് സ്കൂൾ കുട്ടികൾ, കൂലിപ്പണിക്കാർ, മറ്റ് ജോലിക്ക് പോകുന്നവരും പ്രായമായവരും രാത്രിയിലും യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത്. പ്രായം ചെന്നവർ ഏറെയുള്ള ഈ പ്രദേശത്ത് സുഖമില്ലാതെ ആയാൽ ഒരു വാഹനം വരുന്നതിന് പോലും സൗകര്യമല്ല. എന്തിനേറെ ആകെ ഉണ്ടായിരുന്ന വഴിവിളക്ക് പണി മുടക്കിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ആളില്ല. എല്ലാവരും വഴി വികസിപ്പിക്കാനായി വസ്തു പോലും വിട്ടു നൽകി കാത്തിരുന്നിട്ടാണ് ഈ ദയനീയാവസ്ഥയെന്ന് ഓർക്കണേ. ഇത് വനമേഖലയ്ക്കുള്ളിലെ ജനവാസ കേന്ദ്രമൊന്നുമല്ല. കേരളത്തിൻ്റെ തലസ്ഥാനത്തെ നെയ്യാറ്റിൻകര താലൂക്കിലെ അതിയന്നൂർ പഞ്ചായത്തിലായി വാർഡ് 16-നും 17-നും ഇടയിലായുള്ള അധികാരികൾ ബോധപൂർവമോ അല്ലാതെയോ മറന്നു കളയുന്ന ഒരു പ്രദേശമാണ്. ഇലക്ഷൻ സമയത്ത് മാത്രമാണ് പതിവ് തെറ്റാതെ അവർ ഈ ഇടവും ഇവിടുത്തുകാരെയും ഓർക്കെടുക്കുന്നത്. മനഃപൂർവ്വമോ അല്ലാതെയോ മറന്നുപോയ അധികാരികൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെയും ചില മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. ഇനി ഇവർക്ക് MP ശശി തരൂർ സാറിനോട് പറയാനുള്ളത് ഇതാണ്: അങ്ങയുടെ ഫണ്ടിൽ നിന്നും ഒരു കാട് മൂടി ഒരു ഫലകവും കിട്ടിയിട്ടുണ്ട്. ഈ കാട് അടുത്ത കാലത്ത് എങ്ങനെ ഒരു റോഡാകുമോ? പ്രിയപ്പെട്ട MLA അൻസലൻ സാർ, ഇവരും അങ്ങേരെ മണ്ഡലത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. ഇവർ ഈ ദുരവസ്ഥ ഇനി ആരെയാണ് ബോധിപ്പിക്കേണ്ടത്?